നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റി സമൂഹം യേശുവിന്റെ യെരുശലേം പ്രവേശനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ഭക്തി നിർഭരമായി ഓശാന തിരുനാൾ ആഘോഷിച്ചു. മാർച്ച് 29 ഞായർ വൈകുന്നേരം 4 മണിക്ക് മ്യൂൾഹൈമിലെ തിരുഹൃദയ ദേവാലയത്തിൽ ഓശാനയുടെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ കേരളത്തിൽ നിന്ന് എത്തിച്ച കുരുത്തോല വഞ്ചരിച്ച് വിശ്വാസികൾക്ക് നൽകി. തുടർന്ന് ഇന്ത്യൻ സമൂഹം ദാവീദിന്റെ പുത്രന് ഓശാന പാടി പ്രദക്ഷിണമായി ദേവാലയത്തിൽ പ്രവേശിച്ച് ആഘോഷമായ സമൂഹ ബലിയർ. റോമിൽ ഉപരിപഠനം നടത്തുന്ന ഫാദർ ഡിറ്റോ സുപ്രത്ത് CMI, ഫാദർ ജോമോൻ അറയ്ക്കപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. ഫാദർ ഡിറ്റോ സുപ്രത്ത് സന്ദേശം നൽകി. യൂത്ത് കൊയറിന്റെ ഗാനാലാപനം ദിവ്യബലിയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. ജർമ്മനിയിലെ 3ാം തലമുറയിലെ കുട്ടികൾ തിരുക്കർമ്മങ്ങളിൽ ശുശ്രൂഷികളായി. ഓശാനയുടെ പരിപാടികൾക്ക് കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വം നൽകി. ദിവ്യബലിക്ക് ശേഷം ഓശാനയുടെ സ്മൃതികൾ ഉണർത്തുന്ന കേരള ക്രൈസ്തവ പാരമ്പര്യ പ്രതീകമായ കൊഴുക്കട്ട എന്ന വിശേഷ പൂജ്യവും കാപ്പിക്കൊപ്പം ഒരുക്കിയിരുന്നു. കാർഗോയിൽ കൊണ്ട് അയച്ച് ഫ്ലൈറ്റ് വഴി വന്ന ഓലയാണിത്. ഫ്രാങ്ക്ഫർട്ടിൽ വന്ന ഓല ചൊവ്വാഴ്ച അവർക്ക് കിട്ടുള്ളൂ. നമുക്ക് ഭാഗ്യം കൊണ്ട് തിങ്കളാഴ്ച ഇവിടെ ഓല എത്തി. അപ്പം അതുകൊണ്ട് എല്ലാവരുടെ നാമത്തിൽ പ്രത്യേകിച്ച് ജോയി വടക്കഞ്ചേരി കുടുംബത്തെ ഏറെ സ്നേഹത്തോടെ ഈ നിമിഷം ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. 2 അച്ഛന്മാരെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. നമുക്ക് ഈ വർഷം ഈ വലിയ ആഴ്ചയിൽ നമ്മൾ സഹായിക്കാനായിട്ട് 2 അച്ഛന്മാരുണ്ട്. ഡിറ്റോ അച്ഛൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. കഴിഞ്ഞ വർഷം അച്ഛനുണ്ടായിരുന്നു, അതുപോലെ ക്രിസ്മസിനുണ്ടായിരുന്നു. ജോമോൻ അറയ്ക്കപ്പറമ്പിൽ അച്ഛനിവിടെ റോമിലെ ബൈബിളിലെ ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. അച്ഛനെ സ്നേഹപൂർവ്വം നമ്മുടെ സമൂഹത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡിറ്റോ അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ 6 മണിക്കാണ്. 4 മണി തുടങ്ങി കുമ്പസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇന്ന് വന്നിട്ടുള്ളവർക്ക് കുമ്പസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കുർബാന കഴിഞ്ഞ് നമ്മുടെ കോഴിക്കോട്ട കഴിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാർ 2 പേര് കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കും. അവസരം ഉപയോഗിക്കുക. വിശുദ്ധിയോടുകൂടെ ഈ വിശുദ്ധാരം മുന്നോട്ട് പോകാനായിട്ട്, കൃപയുടെ ദിവസങ്ങളാവാനായിട്ട് ഇടയായിട്ട് പ്രത്യേകം ആശംസിക്കുക. അപ്പം പെസഹ വ്യാഴാഴ്ച 6 മണിക്കാണ് നമ്മുടെ തിരുക്കർമ്മങ്ങൾ. ഇന്ന് കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ അപ്പവും നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. വീട്ടിലുണ്ടാക്കുന്ന അപ്പത്തിൽ ഒരപ്പം അല്ലെങ്കിൽ 2 അപ്പം അങ്ങോട്ട് കൊണ്ടുവരിക. നമുക്ക് ഒരുമിച്ച് ഇവിടെ നമുക്ക് അപ്പം മുറിക്കാം. പാല് നമ്മളിവിടെ എല്ലാവർക്കുമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച നമുക്ക് കാഴ്ച ശുശ്രൂഷയുണ്ട്, അതുപോലെ തന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷയുണ്ട്, ആരാധനയുണ്ട്. ദുഃഖ വെള്ളിയാഴ്ച കർമ്മങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് 3:45-ലാണ്. 3:45 പാനവായന. 4 മണിക്കായിരിക്കും ദുഃഖവെള്ളിയുടെ ശുശ്രൂഷയും. അത് കഴിഞ്ഞ് ഈസ്റ്ററിന്റെ കർമ്മങ്ങൾ നമുക്ക് ശനിയാഴ്ച രാത്രി 21 മണിക്ക്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.